ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 4 അധ്യായം 1 ദേശവും എഴുത്തും. ഈ അധ്യായത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. അധ്യായം ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഈ അധ്യായം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യമേ ഒന്ന് പറയാം. ഇതിനകത്ത് മലയാളത്തിലെ പ്രശസ്തരായ വിവിധ എഴുത്തുകാരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളിലെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. കോവിലൻ്റെ തട്ടകം, നാരായൻ്റെ കൊച്ചരേത്തി, യു.എ. ഖാദറിൻ്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ, ഷീല ടോമിയുടെ വല്ലി തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ എഴുത്തുകാരുടെ സ്വന്തം ജന്മദേശത്തിൻ്റെ ഛായ തന്നെയാണ് അവർ ഈ കൃതികളിലെ ദേശത്തിന് നൽകിയിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, കോവിലൻ്റെ തട്ടകം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അദ്ദേഹം ജനിച്ചു വളർന്ന ദേശത്തിൻ്റെ കണ്ടാണിശ്ശേരി എന്ന് പറയുന്ന ദേശത്തിൻ്റെ പ്രത്യേകതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം തട്ടകം എന്ന് പറയുന്ന സാങ്കല്പികമായ ദേശത്തെ രൂപവൽക്കരിക്കുകയും അതിനെ ഫിക്ഷനായിട്ട് ഒരു സാങ്കല്പിക സാഹിത്യ കൃതിയായിട്ട് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിലെ ഓരോ എഴുത്തുകാരും, നാരായണാകട്ടെ, യു.എ. ഖാദർ ആകട്ടെ, ഷീല ടോമി ആകട്ടെ, അവർ ഓരോരോ സ്ഥലങ്ങളെ ഇവർ ഈ അവതരിപ്പിച്ചിരിക്കുന്ന നോവലുകൾക്കകത്ത് ആ നോവലിലെ കഥ നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നു. ആ സ്ഥലങ്ങളെല്ലാം തന്നെ അവരുടെ ജന്മദേശവുമായി ബന്ധപ്പെട്ടവയാണ്. നോവലിനകത്ത് നടക്കുന്ന കാര്യങ്ങളും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ സാങ്കല്പികമാണെങ്കിലും അവർ അവതരിപ്പിക്കുന്ന ദേശം അവനവൻ്റെ സ്വന്തം ദേശത്തിൻ്റെ ഛായ അല്ലെങ്കിൽ ഒരു പതിപ്പ് തന്നെയാണ്. ഈ പാഠഭാഗത്തിൻ്റെ ആമുഖമായി നൽകിയിരിക്കുന്ന ഒരു വരി നോക്കുക. നീരാവിയിലെ നീരുപോലെ ഓരോ എഴുത്തിലും ഓരോ നാടൊളിച്ചിരിക്കുന്നു. നീരാവിയിലെ നീരെങ്ങനെയാണ്? കാണുമ്പോൾ പുക പോലെയാണ് തോന്നുക അല്ലേ? പുക പോലെയാണത് പോവുക, ഫ്യൂംസ് പോലെയാണ് പോവുക. പക്ഷേ അതിനകത്ത് അത് തൊട്ടാലോ അല്ലെങ്കിൽ അതിന് മേലെ നമ്മളൊരു പാത്രം കമഴ്ത്തി വെച്ചാലോ അത് ചെന്ന് മുട്ടിയിട്ട് വെള്ളത്തുള്ളികളായിട്ട് മാറുന്നത് കാണാം. അതുപോലെയാണ് ഓരോ എഴുത്തിലും നമ്മൾ സാങ്കല്പികമായ ഒരു നോവലോ ഒരു കഥയോ ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഒളിച്ചിരിക്കുന്നത് അത് എഴുതിയ എഴുത്തുകാരൻ്റെ സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള വിവരണമായിരിക്കും. അപ്പോൾ അതാണ് ഈ വരികളുടെ അർത്ഥം. ഇനി നമുക്ക് അധ്യായത്തിലേക്ക് പോകാം. ഇതിലെ ഓരോ ഭാഗവും, തട്ടകമാണെങ്കിലും കൊച്ചരേത്തിയാണെങ്കിലും അമ്മയെ കാണാത്തവൻ്റെ കാർമേഘം, വല്ലി, ഇതെല്ലാം വ്യത്യസ്തമായ കൃതികളായതുകൊണ്ട് തന്നെ ഒരുമിച്ചൊരു വായനയല്ല നമ്മൾ നടത്തുന്നത്. ഓരോ ഭാഗവും വായിച്ച് അതിൻ്റെ പ്രത്യേകത പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അവസാനം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ശരി, ശ്രദ്ധിക്കുക. ആദ്യത്തേത് തട്ടകമാണ്, കോവിലൻ്റെ. കോവിലൻ എന്ന് പറഞ്ഞാൽ വി അയ്യപ്പൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് കേട്ടോ. കോവിലൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പെൻനെയിം, അതായത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. ശ്രദ്ധിക്കുക. കിഴക്കുമുറിയിൽ കുന്നുകളുടെ ഒരു നികന്ന നിര, തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന്, വടക്ക് ചെറുകുന്ന്, തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന്, കുന്നുകളുടെ താഴ്വരയിൽ ഇരുട്ടടച്ച് കൗങ്ങിൻ തോപ്പുകൾ, താഴെ കൊയ്ത്ത് കഴിഞ്ഞ് ഉഴുതുലർന്ന ഒരൊടിനിലം, ആൾത്തേരി പാടം, പാടത്തിനപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളായി, പഞ്ചാരമണലിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ, കുണ്ടനിടവഴികൾ. നോക്കൂ, ഇത് തട്ടകം എന്ന് പറയുന്ന നോവലിനകത്ത് അദ്ദേഹം ആ കഥ നടക്കുന്ന പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. നിറയെ കുന്നുകളും മലനിരകളും ഒക്കെയുള്ള ഒരു ഗ്രാമപ്രദേശത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എന്തുമാത്രം കുന്നുകളാണെന്ന് നോക്കൂ. പലതരം കുന്നുകളെക്കുറിച്ച് പറയുന്നുണ്ട്. തേട്ടിക്കുന്ന്, ചെറുകുന്ന്, പുല്ലാനിക്കുന്ന്. പിന്നെ ഇതിൻ്റെയൊക്കെ താഴ്വര എന്ന് പറഞ്ഞാൽ എന്താണ്? കുന്നിൻ്റെ താഴെയുള്ള പ്രദേശം, നിരന്ന പ്രദേശത്തെയാണ് നമുക്ക് താഴ്വാരം എന്ന് പറയാൻ സാധിക്കുക. ചെരിവുകൾ, കുന്നിൻ്റെ ചെരിവുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ആ പ്രദേശമാണ് താഴ്വാരം. അപ്പോൾ ആ താഴ്വാരങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ. കൗങ്ങിൻ തോപ്പുകളുണ്ട്, ആൽത്തേരി പാടമുണ്ട്, തെങ്ങിൻ തോപ്പുകളുണ്ട്, തോടുകളുണ്ട്, കുണ്ടനിടവഴികളുണ്ട്. ബാക്കി നോക്കൂ. ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ കൈത്തോടുകളായി, കൈത്തോടുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒത്തുചേരുമ്പോൾ ചെമ്മണ്ണൂർ താഴത്ത് ചൊവ്വല്ലൂ തൊടിയായി,
കാട്ടുപാടത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് തെക്ക് തൈക്കാടെത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മുപ്പിലശ്ശേരി പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടപ്പുറത്ത് അലതല്ലി തലതല്ലി വലിയ തോട്ടിൽ ചേർന്നണഞ്ഞു. ത്രിവേണി എന്ന് ആരും പറഞ്ഞില്ല. മൂന്നോട്. കുലം കുത്തുന്ന സംഗമത്തിൽ നിരന്തരം ഉരുവപ്പെടുന്ന നീർച്ചുഴിയിൽ കിഴക്കേക്കരയിലെ കണ്ടങ്ങൾക്ക് വരം പിടിഞ്ഞു. മൂന്നോടിനക്കരെ മണപ്പുറം തെളിഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞത് ആ ഗ്രാമപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുന്നിൻ നിരകളെക്കുറിച്ചും അവയുടെ ചുവട്ടിലുള്ള അവയുടെ താഴ്വാരങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും ആ ഭൂപ്രകൃതിയിൽ കൃഷി ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിളകളെക്കുറിച്ചും എന്തൊക്കെയാണ് തെങ്ങ്, കവുങ്ങ്, പിന്നെ വയലുകൾ, അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇനി തൊട്ടടുത്ത പാരഗ്രാഫ് നോക്കൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രദേശത്തെ ജലസ്രോതസ്സുകളെ കുറിച്ചാണ് അല്ലേ. എന്തെല്ലാം തോടുകളുണ്ടെന്ന് പറയുന്നു? ആർത്താറ്റു പാടം, ആ പാടത്തെ നീർച്ചാലുകൾ ആദ്യം എന്താകുന്നു? കൈത്തോടുകളാകുന്നു. അത് കഴിഞ്ഞ് അവ പെരുകി 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 അവ ചൊവ്വല്ലൂ തോട് എന്ന് പറയുന്ന ഒരു തോടായി മാറുന്നു. എന്നിട്ട് അത് വളർന്ന് വളർന്ന് മറ്റ് 3 തോടുകളുമായി ചേർന്നിട്ട് അതിനെ ഒരു വലിയ ഒരു തോടായിട്ട് മാറുമ്പോൾ അതിനെ വിളിക്കുന്നത് മൂന്നോടെന്നാണ്. 3 തോടുകൾ ചേരുന്ന ആ പ്രദേശത്തെ മൂന്നോടെന്ന് വിളിക്കുന്നു. വലിയ തോട്ടിൽ ചേരുന്ന ആ സ്ഥലത്തിനെ. സാധാരണയായിട്ട് ഈ ത്രിവേണി എന്ന് പറയുന്നത് എന്തിനെയാണ്? 3 സാഗരങ്ങൾ ചേരുന്നതിനെയാണ് ത്രിവേണി എന്ന് വിളിക്കുന്നത്. ഇവിടെ 3 തോടുകൾ ചേർന്നപ്പോൾ ആരും അതിനെ ത്രിവേണി എന്ന് വിളിച്ചില്ല. പകരം മൂന്നോട്. മൂന്നോടെന്ന് പറഞ്ഞാൽ 3 തോട് എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഈ 3 തോടുകളും വന്നു ചേരുന്ന സ്ഥലത്ത് വെള്ളം ഇങ്ങനെ കുത്തനെ വന്ന് ഒഴുകി ചേരുകയാണല്ലോ. അവിടെ നിരന്തരമായി വെള്ളം വന്ന് വീണ് വീണ് അവിടെ ഒരു നീർച്ചുഴി എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുത്തനെ വന്ന് വീഴുന്ന പ്രദേശത്ത് വെള്ളം ഇങ്ങനെ കറങ്ങുന്നത് പോലെ, ഒരു കുഴിക്കകത്ത് കിടന്ന് കറങ്ങുന്നത് പോലെയുള്ളൊരു തോന്നലുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഒരു നീർച്ചുഴിയുണ്ട്. ആ നീർച്ചുഴി വന്ന് ചേരുന്നിടത്തുള്ള കിഴക്കേക്കരയിലെ കണ്ടങ്ങൾക്ക്, കണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിയിടങ്ങൾ, പാടങ്ങളെന്നൊക്കെയാണ്. അവയുടെയൊക്കെ വരമ്പ് ഇടിഞ്ഞു. എന്നുവെച്ചാൽ വെള്ളം ഇങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് മുന്നോടിനക്കരെ മണപ്പുറം തെളിഞ്ഞു. അതിനപ്പുറം എന്താണുള്ളത്? മണൽ തിട്ടകൾ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമപ്രദേശത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് നമ്മളിവിടെ കണ്ടത്. തട്ടകം. അപ്പോൾ കോവിലൻ പറഞ്ഞിരിക്കുന്ന ഈ കഥാപരിസരത്തെ, ഗ്രാമത്തെക്കുറിച്ചാണ്, തട്ടകം എന്ന നോവലിലെ കഥ നടക്കുന്ന പ്രദേശത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇനി ഈ നോവലിനകത്തുള്ള എല്ലാ കഥയും ഈ പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലെ പല 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 സ്ഥലങ്ങളിൽ വെച്ച്, പല ഭാഗങ്ങളിൽ വെച്ചായിരിക്കും ഇതിൻ്റെ കഥ മുന്നോട്ട് പോവുക. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ആദ്യം പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? കുന്നുകളും മലനിരകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശം. അതിൻ്റെ താഴ്വാരങ്ങളിൽ തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ തോപ്പുകളും പാടശേഖരങ്ങളും ഉണ്ട്. അത്രയും ഓർക്കുക. ഇനി അവിടെ നിറയെ ജലസ്രോതസ്സുകളുണ്ട്, ചെറിയ കൈത്തോടുകളുണ്ട്. അവ ചേർന്ന് ഇടത്തരം തോടുകളായി മാറുന്നു. ആ തോടുകളെല്ലാം ചേർന്ന് വലിയ തോടാവുകയും അത് ചെന്ന് ചേരുന്ന സ്ഥലത്ത് ഒരു വലിയ നീർച്ചുഴി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ നീർച്ചുഴിയുടെ നിരന്തരമായ സമ്പർക്കം കാരണം അവിടെ മണൽ തിട്ടുകളും ഉണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇതാണ് തട്ടകം എന്ന നോവലിനകത്ത് കഥ നടക്കുന്ന സ്ഥലം. ഇനി എന്താണ് ഈ ദേശത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് കോവിലൻ ആത്മകഥാപരമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു നോവലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ദേശമായ കണ്ടാണിശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു പശ്ചാത്തലവും അവിടുത്തെ ഒരു ഭൂപ്രകൃതിയുടെ സവിശേഷതകളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു വിവരണത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ തോന്നാം ഒരാൾ എങ്ങനെ സാങ്കല്പികമായി ഇങ്ങനെ ഒരു ദേശത്തെ വരച്ചു വെക്കുമെന്ന്. അതിന് കാരണം തട്ടകത്തിൽ പറയുന്ന ഈ പ്രദേശം ഒരു സാങ്കല്പിക ദേശമല്ല, അത് കോവിലൻ്റെ സ്വന്തം ദേശത്തിൻ്റെ തന്നെ വർണ്ണനയാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. കൊച്ചരേത്തി എന്ന് പറയുന്നത് നാരായൻ്റെ ഒരു നോവലാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മലയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാർക്കുന്ന ഒരിടമാണ്. ഒരു ആദിവാസി ഊരിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അവിടെയുള്ള ഈ ആദിവാസി ജനവിഭാഗത്തിൻ്റെ ജീവിത രീതി, അവരെ പുറമേ നിന്നുള്ള മനുഷ്യർ ചൂഷണം ചെയ്യുന്നത്, അവരുടെ ദുസ്സഹമായ ജീവിതം, അവരുടെ ദാരിദ്ര്യം, കഷ്ടപ്പാട്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് അവർ അറിവിൻ്റെ ലോകത്തിലേക്ക് ഒക്കെ കടക്കുന്നതും തലമുറകൾ മാറി മാറി വരുമ്പോൾ അവരുടെ ജീവിത രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഒക്കെയാണ് നമുക്ക് കൊച്ചരേത്തിക്കകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കൊച്ചരേത്തി എന്ന് പറയുന്ന നോവലിനകത്ത് ആ നോവൽ തുടങ്ങുമ്പോൾ കഥ നടക്കുന്ന പ്രദേശത്തെക്കുറിച്ചും
അവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ നാരായൺ ഒരു വിവരണം നൽകുന്നുണ്ട്. ആ വിവരണത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാനതൊന്ന് വായിക്കാം, എന്നിട്ട് എന്താണ് ആ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താണെങ്കിലും കേരളത്തിലെ ആദിവാസി സമൂഹമായ മലയരയന്മാരെ കുറിച്ച് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന പല വാക്കുകളും അവരുടെ ഭാഷയുമായി ബന്ധപ്പെട്ടതും അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടതും നിത്യജീവിതത്തിലെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടതുമൊക്കെ ആയിരിക്കും. അതുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. നോക്കൂ, പെല്ലത്തിന്റെ കൃഷിയുടെ നടുവിൽ ഒരു മരുതിൻ ചുവട്ടിലാണ് കഞ്ഞിപ്പെര. മരുതിന് മുകളിൽ ഏറുമാടവും. കൊച്ചുരാമൻ കഞ്ഞിപ്പെരയിൽ കടന്നു. വാരിയിൽ തൂക്കിയിട്ടിരുന്ന മുളങ്കുറ്റി എടുത്തു. അതിൽ നിന്നും ഉണങ്ങിയ പനമ്പഞ്ഞിയും ഒരു കഷ്ണം ഉരുക്കും. അടുപ്പിലെ കരിക്കട്ടകൾ ഊതി ചാരം കളഞ്ഞു ചേർത്തു വച്ചു. അടുത്തുണ്ടായിരുന്ന ഉരുളൻ വെള്ളാരൻ കല്ല് പൊടി തുടച്ചു. കയ്യിലിട്ട് തിരുമ്മി ചൂടാക്കിയ പനമ്പഞ്ഞി കരിക്കട്ടകൾക്കിടയിലാക്കി. പഞ്ഞിയോട് ചേർത്ത് പിടിച്ച വെള്ളാരൻ കല്ലിൽ ഉരുക്കു കഷ്ണം ശക്തിയായിട്ടുരച്ചു. പാറിവീണ തീപ്പൊരികൾ പഞ്ഞിയിൽ പടർന്നു. മെല്ലെ യൂതി തീ പെരുക്കി. അപ്പോഴേക്കും കുഞ്ഞാതിച്ചൻ 2 മുളംകുറ്റികൾ നിറയെ വെള്ളം കൊണ്ടുവന്നു. പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി. ഏറുമാടത്തിന് അല്ലറ ചില്ലറ പണികൾ ബാക്കിയുണ്ട്. കീറിയുണക്കിയ ചുരുളായി കെട്ടിയ ചൂരൽ വള്ളിയുമായി കുഞ്ഞാതിച്ചൻ പുറത്തിറങ്ങി. മരത്തിൽ ചേർത്തുകെട്ടിയ കല്ലൻ മുളയേന്തി അതിന്റെ കമ്പുകൾ വാക്കത്തിമാടുകൊണ്ട് തട്ടി നോക്കി. കുഞ്ഞാതിച്ചൻ മുകളിലേക്കു കയറി. പുറകെ കൊച്ചുരാമനും. ഇതിനകത്ത് മലയ വിഭാഗത്തിലെ ജനങ്ങളുടെ ജീവിത പശ്ചാത്തലവും അവർ ജീവിക്കുന്ന ദേശത്തിന്റെ ഒരു വിവരണവുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മരുതം എന്ന് പറയുന്നത് കൃഷിസ്ഥലത്തെയാണ് പറയുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലം, കൃഷിസ്ഥലം, അതിന്റെ ഒത്ത നടുവിലായിട്ടാണ് കഞ്ഞിപ്പെര ഇരിക്കുന്നത്. കഞ്ഞിപ്പെരയുടെ രീതി എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു ഏറുമാടമുണ്ട്. ഏറുമാടത്തിന്റെ ചുവട്ടിലായിട്ടാണ് എന്താണ് കഞ്ഞിപ്പെര വരുന്നത്. ഈ കഞ്ഞിപ്പെരയ്ക്കകത്ത് വെച്ച് ഇവരെങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് തീ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തികച്ചും സ്വാഭാവികമായിട്ടുള്ള അവരുടെ ജീവിത രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാന്ന് നോക്കൂ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നത് എന്തിലാണ്? പാത്രമല്ല, മുളം കുറ്റിയാണ് വെള്ളം കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ തീപ്പെട്ടി ഉരച്ചൊന്നുമല്ല തീ ഉണ്ടാക്കുക. കുറച്ച് പഞ്ഞിയും പിന്നെ വെള്ളാരം കല്ലുകളും ഒക്കെ ഉപയോഗിച്ച് തീപ്പൊരി ഉണ്ടാക്കി അതിൽ നിന്ന് തീ പിടിപ്പിച്ചിട്ടാണ് അവർ കഞ്ഞി വെക്കാനുള്ള തീയും ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു കലം വെച്ച് അതിലേക്ക് ഈ മുളംകുറ്റിയിൽ കൊണ്ടുവന്ന വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് കഞ്ഞി തിളപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം ചൂടാക്കി അതിലേക്ക് അരിയിട്ട് കഞ്ഞിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേസമയം തന്നെ അതിന് ചില അല്ലറ ചില്ലറ അറ്റകുറ്റപ്പണികളായ ഏറുമാടത്തിന് തീർക്കാനുമുണ്ട്. അപ്പോൾ അവിടെയുള്ള ഈ 2 വ്യക്തികളും ചേർന്ന് എങ്ങനെയാണ് ആ ഏറുമാടത്തിൻ്റെ ബാക്കിയുള്ള പണികൾ, എങ്ങനെ അറ്റകുറ്റപ്പണികൾ, അതിൻ്റെ കേടുപാടുകൾ തീർക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കല്ലൻ മുള, പിന്നെ കമ്പുകൾ, പിന്നെ വാക്കത്തി, ഇതൊക്കെ കൊണ്ടാണ് അവർ ഏറുമാടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് അവരെ ആരെയും വിളിക്കുന്നില്ല. അവർക്ക് ആവശ്യമായ ഒരിടം, അവർക്ക് വേണ്ടുന്ന അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഏറുമാടവും കഞ്ഞിപ്പെരയും. അതിന് ചില തട്ടുകേടുകൾ വന്നപ്പോൾ അവർ പുറമേ നിന്ന് ആൾക്കാരെ ഒന്നും വിളിച്ച് ശരിയാക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് തന്നെ അതിനെ ശരിയാക്കി എടുക്കാനും അതിൻ്റെ ചെറിയ ചെറിയ പണികൾ ചെയ്യാനും ഒക്കെ അവർക്ക് അറിയാമെന്നുകൂടി നമുക്ക് ഈ ഒരു വിവരണത്തിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് കൊച്ചരേത്തി എന്ന് പറയുന്ന നോവലിനകത്ത് അതിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ പണിയെടുക്കുന്ന, ഉപജീവനം കഴിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു വിവരണമാണ്. അപ്പോൾ ആ പ്രദേശം എങ്ങനെയുള്ളതാണ്? ഗ്രാമപ്രദേശമാണ്. അവിടെ ഒരു വലിയ പാടശേഖരമുണ്ട്. അതിൻ്റെ നടുക്കാണ് ഗ്രാമപ്രദേശം എന്നുള്ളതല്ല, കാടുമായി ബന്ധപ്പെട്ട പ്രദേശം എന്ന് ഓർക്കുക. അപ്പോൾ അവിടെ ഒരു വലിയ പാടശേഖരമുണ്ട്. അതിൻ്റെ ഒത്ത നടുക്കായിട്ടൊരു കഞ്ഞിപ്പെരയുണ്ട്. അവിടെ ഈ 2 മനുഷ്യർ കഞ്ഞി ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി അവർ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു, എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം തന്നെ ആ ദേശവുമായും അവിടുത്തെ മനുഷ്യരുടെ ജീവിതവുമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളും വസ്തുക്കളുമാണ്. ഇതാണ് നമുക്ക് കൊച്ചരേത്തി എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ. അടുത്തതിലേക്ക് പോകാം. നോക്കൂ, അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങൾ. ഇത് U.A. ഖാദറിന്റെ നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മറ്റ് 2 വിവരണങ്ങളും കേട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് കൊച്ചരേത്തിയിൽ നാരായണാകട്ടെ തട്ടകത്തിലെ കോവിലിനാകട്ടെ
ഇവർ രണ്ടുപേരും അവർ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന ദേശത്തിൻ്റെ പ്രത്യേകതകളെ സർഗവാസനയിലൂടെ സർഗശേഷി കൊണ്ട് നോവലിലേക്ക് പകർത്തി വെച്ചിരിക്കുകയാണ്. അവർ ജീവിച്ച ദേശത്തിൻ്റെ തന്നെ ഛായകളാണ് അവർ പകർത്തി വെച്ചിരിക്കുക. യു.എ. ഖാദറിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയ ഒരു ആശയക്കുഴപ്പമുണ്ട്. എന്താണ് ആശയക്കുഴപ്പമെന്ന് വെച്ചാൽ, അദ്ദേഹം ജനിച്ച് വളർന്ന സ്ഥലം എന്ന് പറയുന്നത് ബർമയിലുള്ള ബെല്ലീൻ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ബർമ എന്ന് പറഞ്ഞാൽ ഇന്ന് മ്യാൻമാർ എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം, അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം അതാണ്. അപ്പോൾ സ്വാഭാവികമായും ജന്മദേശം ഏതാണെന്ന് ചോദിച്ചാൽ ബില്ലീൻ എന്ന് പറയുന്ന ബർമയിലെ ദേശമാണ്. പക്ഷേ അദ്ദേഹം ജീവിച്ചത് അവിടെ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചതും പഠിച്ചതും ഒക്കെ കോവിൽക്കണ്ടി എന്ന് പറയുന്ന ദേശത്താണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും മറ്റും ദേശത്താണ് അദ്ദേഹം ജീവിച്ചത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലം, അദ്ദേഹത്തിൻ്റെ മുതിർന്നതിന് ശേഷമുള്ള ഒരു കാലഘട്ടം അദ്ദേഹം ജീവിച്ചത് തൃക്കോട്ടൂർ അംശം പാലൂര് ദേശത്താണ്. അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിന് സ്വസ്ഥമായൊരു ജീവിതമുണ്ടായത്, അദ്ദേഹം വിവാഹം കഴിച്ചത്, വാർദ്ധക്യകാലം ചെലവഴിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലേതാണ് എൻ്റെ ദേശം എന്ന് പറയണം, അല്ലെങ്കിൽ ഇതിലേത് ദേശത്തെയാണ് എൻ്റെ ദേശം എന്ന് വിശേഷിപ്പിക്കുക എന്നൊരു സംശയം യു.എ. ഖാദറിൻ്റെ വാക്കുകളിലുള്ളതായിട്ട് കാണാം. നമുക്കതൊന്ന് വായിക്കാം. അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ. യു.എ. ഖാദർ. ജന്മദേശത്തെക്കുറിച്ചുള്ള ചിതറിയ ചിത്രങ്ങളും ആ സങ്കടകണികകളും ഒന്നൊന്നായി ഇടവിട്ടിടവിട്ട് കോർത്ത് ഒരു കഥയാക്കുവാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ചോദ്യം മനസ്സിൽ ഊറിക്കൂടുന്നു. ഏതാണ് എൻ്റെ ദേശം? നോക്കൂ, അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തെക്കുറിച്ച് ഓർത്ത് ആ ഭാഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഒരു കഥയുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. കഥാകാരനാണല്ലോ. ഓർമ്മകളെല്ലാം ചേർത്ത് വെച്ച് ഒരു കഥ എഴുതാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു പ്രശ്നമുണ്ടാകുന്നത്. ഏത് ദേശത്തെ എൻ്റെ സ്വന്തം ദേശം അല്ലെങ്കിൽ എൻ്റെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കണം? ഏത് ദേശത്തെ എൻ്റെ ഐഡന്റിറ്റിയുമായി ഞാൻ ചേർത്ത് വയ്ക്കണം എന്നൊരു സംശയം യു.എ. ഖാദറിനുണ്ടാകുന്നു. എന്താണ് അങ്ങനെ സംശയമുണ്ടാകാൻ കാരണമെന്ന് നോക്കാം. അതിന് കാരണം, അദ്ദേഹം ജനിച്ചത് ബർമ, അതായത് ഇന്നത്തെ മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യത്തെ ബില്ലീൻ എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം അദ്ദേഹത്തിന് ആ ഗ്രാമത്തിൽ ജനിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അവരവിടെ താമസിക്കുമ്പോഴായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജനനം സംഭവിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് എവിടെയാണെന്ന് നോക്കൂ. മാപ്പിള എലിമെന്ററി സ്കൂൾ മുതൽ ബോർഡ് ഹൈസ്കൂൾ വരെ പഠിച്ച് ഉസാങ്ങാന്റെ അകം എന്ന തറവാട്ടു വീട്ടിൽ ഒറ്റയാനായി കഴിഞ്ഞ് വളർന്നു വലുതാവുന്നതിനിടയിൽ ചവിട്ടി നടന്ന മണൽപാതകളും പള്ളികളും പള്ളിക്കുളങ്ങളും പ്രാകൃത ആചാരവിശ്വാസങ്ങളും ജീവിതശീലങ്ങളും സമ്മാനിച്ച കോവിൽക്കണ്ടി ദേശമോ? അദ്ദേഹത്തിൻ്റെ ബാല്യം മുതൽ കൗമാരം വരെയുള്ള ഭാഗം ചിലവഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തറവാട് വീട് സ്ഥിതി ചെയ്യുന്ന കോവിൽക്കണ്ടി എന്ന് പറയുന്ന ദേശത്താണ്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ അവിടെയായിരുന്നു, അദ്ദേഹം പോയി ശീലിച്ച പള്ളികൾ അവിടെയായിരുന്നു, അദ്ദേഹത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ച സംസ്കാരം അവിടത്തേതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കോവിൽക്കണ്ടി എന്ന് പറയുന്ന ദേശത്തായിരുന്നു. ഇനിയോ, പെണ്ണും പെടക്കോഴിയും ഞാനെന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞു സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കോട്ടൂർ അംശം പാലൂര് ദേശമോ? ഇനി ഇതെല്ലാം കഴിഞ്ഞ് മുതിർന്ന് അദ്ദേഹം കല്യാണം കഴിച്ച് പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീടുണ്ടാക്കി അദ്ദേഹത്തിന് ഒരു ഐഡന്റിറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ഥലമാണ് തൃക്കോട്ടൂർ അംശം പാലൂർ എന്ന് പറയുന്ന ദേശം. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ അദ്ദേഹം ചെലവഴിച്ചത്. അങ്ങനെ വരുമ്പോൾ ഇനി അതിനെയാണോ ഞാൻ ദേശം എന്ന് പറയേണ്ടുന്നത് എന്നൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ട്. എനിക്കറിയുന്നില്ല. ബില്ലീൻ എൻ്റെ ഹൃദയദേശം, പന്തലായനി വംശം കോവിൽക്കണ്ടി ദേശവും തൃക്കോട്ടൂർ അംശം പാലൂർ ദേശവും എൻ്റെ ജീവിത വിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയം. ഇങ്ങനെ അറുത്തുമുറിച്ച് പറയുവാനും എനിക്ക് ശക്തി പോരാ. എന്താണ് ഇതിലെ ഏതിനെയാണ് എൻ്റെ ദേശമെന്ന് പറയേണ്ടുന്നത്? ബില്ലീൻ എൻ്റെ ഹൃദയദേശമാണ്. അതായത് ഞാൻ ജനിച്ച് എനിക്ക് ചെറിയ ഓർമ്മകൾ മാത്രമുള്ള ഒരു സ്ഥലമാണ് ബില്ലീൻ എന്ന് പറയുന്ന ദേശം. അവിടെ നിന്ന് എൻ്റെ ബാല്യകൗമാരങ്ങൾ ചെലവഴിച്ചതും ഞാൻ എന്ന് പറയുന്ന ഒരു സ്വത്വത്തിലേക്ക് ഞാൻ വരുന്നതും പന്തലായനി വംശം കോവിൽക്കണ്ടി ദേശത്ത് വെച്ചിട്ടാണ്. ഇനി അവിടെ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനായി വിവാഹം കഴിച്ച് ഒരു മേൽവിലാസമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? പാലൂർ ദേശത്ത് വെച്ചിട്ടാണ്. അങ്ങനെ വരുമ്പോൾ അത് രണ്ടും എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിത വിലാസങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മേൽവിലാസങ്ങൾ ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളുടെ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്.
അങ്ങനെയുള്ള ദേഹവും ദേഹിയുമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയം. ഒന്ന് അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയ ദേശം, മറ്റൊന്ന് വളർന്നതിന് ശേഷം അദ്ദേഹം ജീവിച്ച ദേശം. അങ്ങനെ വരുമ്പോൾ ഇതിലേതിനെയാണ് എൻ്റെ ദേശമെന്ന് പറയുക? ഇങ്ങനെ അറുത്തുമുറിച്ച് പറയുവാനും എനിക്ക് ശക്തി പോരാ. കാരണം ഈ 3 ദേശങ്ങളോടും അദ്ദേഹം 3 തരത്തിൽ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ദേശം എന്ന് പറയുന്ന, അദ്ദേഹത്തിൻ്റെ പ്ലേസ് എന്ന് പറയുന്ന ഒരു സങ്കല്പവുമായി ബന്ധപ്പെട്ടൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിൽ, അതായത് ഇതിലേതാണ് എൻ്റെ ദേശമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത 3 ദേശത്തോടും ഒരു പ്രത്യേക സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന UA ഖാദറിൻ്റെ കൺഫ്യൂഷനുകളാണ് നമുക്കിവിടെ, ആശയക്കുഴപ്പങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് വല്ലി ഷീല ടോമി. ഇതിനകത്ത് ഷീല ടോമി ജനിച്ചു വളർന്ന ദേശത്തെക്കുറിച്ചുള്ള ഭൂതകാല സ്മരണകളാണ് വരുന്നത്. ഭൂതകാല സ്മരണകൾ എന്ന് പറഞ്ഞാൽ പണ്ട് അവരുടെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ഈ ദേശം എന്നുള്ള ഓർമ്മകളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ആ ദേശം അങ്ങനെ ഇല്ല, അങ്ങനെ നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അവിടെ ഇന്ന തരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു, അവിടുത്തെ ഭൂപ്രകൃതി ഇത്രമേൽ മനോഹരമായിരുന്നു, അവിടുത്തെ പ്രകൃതിയിൽ തുളുമ്പി നിന്നിരുന്ന മണം പോലും ഇന്നതായിരുന്നു എന്നൊക്കെ ഓർത്തോർത്ത് പറയാൻ ഷീല ടോമിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു എന്നാണ് വിവരണത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ വിവരണം ഒന്ന് നോക്കൂ. കശുമാമ്പഴത്തിന്റെ വാസന മറഞ്ഞപ്പോൾ നാടെങ്ങും കാപ്പിപ്പൂവിന്റെ നറുമണം പരക്കുകയായി. ഇത് ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു അടയാളപ്പെടുത്തലാണ് കേട്ടോ. ഒരു സീസണിൽ നിറച്ച് കശുമാമ്പഴമൊക്കെ കാച്ച് അത് മുഴുവനും പഴുത്തും ആൾക്കാർ പെറിച്ചുമൊക്കെ കഴിഞ്ഞ സമയത്ത് അടുത്ത് വീണ്ടും ഒരു സാധനത്തിൻ്റെ സീസണായി. എന്തായിരുന്നു ആ സാധനം? കാപ്പിമണികളുടെ സീസണായി. കരിയില മൂടിയ കുന്നിൻപുറങ്ങളിൽ ഇരുണ്ട കാപ്പിമണികൾ സുവർണകാലത്തിൻ്റെ ചെമ്മുത്തു വിതറി. അത് കഴിഞ്ഞപ്പോഴാണ് കാപ്പിക്കുരുകൾ പഴുത്ത് അത് വിളവെടുക്കാനുള്ള സമയമായത്. റബ്ബറും കുരുമുളകും ഇഞ്ചിയും മാറി മാറി കുന്നുകയറുമ്പോൾ കുന്നുകൾക്കിടയിൽ പച്ചമഞ്ഞപ്പാടങ്ങൾ നീണ്ടു പരന്നു കിടന്നു. ഏതൊക്കെയാണ്? റബ്ബറുണ്ട്, കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. ഇതൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്ന വസ്തുക്കൾ. കുന്നു കയറുക എന്ന് പറഞ്ഞാൽ കുന്നുകളിൽ പലയിടങ്ങളിലായിട്ട് ഇവ കൃഷി ചെയ്യുന്നു എന്നാണ്. അവയ്ക്കിടയിൽ എന്തുകൊണ്ട്? കാപ്പിയും കൃഷി ചെയ്യുന്നുണ്ട്. കൈമ നെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ. അവിടെ കൃഷി ചെയ്യുന്ന ഒരുതരം പ്രത്യേക നെല്ലിനമാണ്, അല്ലെങ്കിൽ അരിയുടെ ഇനമാണ് കൈമ എന്ന് പറയുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി എടുക്കുന്ന വളരെ സുഗന്ധമുള്ള ഒരു അരിയാണ് കൈമ എന്ന് പറയുന്നത്. അപ്പോൾ അതും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൊയ്ത്തുകാലങ്ങളാണ് പിന്നീട് വരിക. അപ്പോൾ നോക്കൂ, പലതരത്തിലുള്ള വിളകൾ അതിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് മാറുമ്പോൾ അടുത്തതിൻ്റെ സീസണായി അതിങ്ങനെ വിളഞ്ഞു വരുമ്പോഴുണ്ടാകുന്ന സുഗന്ധം കൊണ്ട് പൂരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ഷീല ടോമിയുടെ ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ. ചിരട്ടക്കൂന മാതിരി മുളപൊട്ടുന്ന കപ്പക്കൂടങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടിയുണ്ട്, ചിരട്ടക്കൂന മാതിരി മുളപൊട്ടുന്ന കപ്പക്കൂടങ്ങൾ. കപ്പയും അവിടുത്തെ ഒരു കപ്പയും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൃഷി ഇനമാണെന്ന് ഓർക്കുക. കപ്പപാട്ടു കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും. എന്താണ് കപ്പവാട്ട് കല്യാണം എന്ന് വെച്ചാൽ, പണ്ട് നാട്ടിൻപുറങ്ങളിലെ അയൽവാസികൾ ഒത്തുകൂടുന്ന ഒരു ആഘോഷമായിരുന്നു, ഒരു വാർഷിക ഉത്സവങ്ങളിൽ ഒന്നായിരുന്നു കപ്പവാട്ടൽ കല്യാണം എന്ന് പറയുന്നത്. ഒരു ദിവസത്തിൻ്റെ ഉച്ച കഴിയുന്നതോടുകൂടി പുരുഷന്മാരെല്ലാം ചേർന്ന് കപ്പ പറിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയൽപക്കങ്ങളിൽ നിന്ന് ആളുകൾ വലിയ വലിയ പാത്രങ്ങളും കുട്ടകളും ഒക്കെ ആയിട്ട് ഇവരോടൊപ്പം ഒന്നിച്ചു കൂടുമായിരുന്നു. പോരാത്തതിന് ഇത് മുറിക്കുന്നതിന് ആവശ്യമായ കത്തികളും മൂർച്ചയുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ മൂർച്ചയുള്ള കത്തികളും മറ്റ് സാധനങ്ങളും ഒക്കെ, പനമ്പുകൾ, ഈ കപ്പ പറിച്ചു കൊണ്ടുവന്ന് നിരത്തിയിടുന്നതിന് ആവശ്യമായ സാമഗ്രികളും ഒക്കെ തയ്യാറാക്കേണ്ടുന്ന ഉത്തരവാദിത്തം സ്ത്രീകൾക്കായിരുന്നു. ഇങ്ങനെ ഉച്ച മുതൽ വൈകുന്നേരം വരെ പറിച്ച് മുറ്റത്തിൻ്റെ ഒരു അറ്റത്ത് മല പോലെ ഇങ്ങനെ കപ്പ, അതായത് മരച്ചീനി ഇങ്ങനെ കൂട്ടി ഇടുമായിരുന്നു. എന്നിട്ട് അതിനെ 3ആയിട്ട് തരംതിരിച്ച് വാട്ടുകപ്പ, വെള്ളുകപ്പ, കൊണ്ടാട്ടം കപ്പ എന്നിങ്ങനെ പല പല കപ്പ ഇനങ്ങളായിട്ട് ഇങ്ങനെ പലതും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. എന്നിട്ട് വാട്ടുകപ്പയും വെള്ളക്കപ്പയും ഒക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് ഇവയെ തൊലി കളഞ്ഞ്
മാറ്റി നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ചിപ്സിന് അരിയുന്നത് പോലെയുള്ള പാകത്തിന് വെട്ടി ഇങ്ങനെ വെക്കും. വെട്ടി കൂട്ടി ഇടും. പിന്നെ കൊണ്ടാട്ടം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി, അവിയൽ കഷ്ണങ്ങൾ പോലെ നീളത്തിൽ നുറുക്കി അതിനെയും മാറ്റി വയ്ക്കും. ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന 3 തരം കപ്പകളും കൊണ്ട് ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണ് പിന്നീട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള അതിനെ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് അവിടുത്തുകാർ കണ്ടിരുന്നത്. അതായത് കപ്പ പറിക്കലും അതിനെ തരം തിരിക്കലും അതുകൊണ്ട് പ്രത്യേകതരം വിഭവങ്ങൾ ഉണ്ടാക്കലും അതിലേക്ക് വേണ്ടിയിട്ട് അയൽക്കാരും ബന്ധുജനങ്ങളും എല്ലാം ഒരുമിച്ച് കൂടലും ഒക്കെ അതിനെ ഒരു ആഘോഷമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അന്നാട്ടിലെ കുന്നുകൾ പോലും ചെവിയോർത്തിരുന്നു. അവർ പോലും അതിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുക. ഈ ഒത്തുകൂടുന്ന അങ്ങേ കുന്നും ഇങ്ങേ കുന്നും എന്ന് പറഞ്ഞാൽ പല ഭാഗത്ത് നിന്നുള്ളവർ ഈ കൃഷി ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ കപ്പ പറിക്കലും അതിൻ്റെ മറ്റ് ചടങ്ങുകളെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കപ്പ പറിക്കുക, തൊലിക്കുക, അതിനെ പല ഭാഗങ്ങളിലായിട്ട് കൂട്ടിയിടുക, ഓരോന്നും തരംതിരിക്കുക, വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ആഘോഷം തന്നെ ആയിരുന്നു. അന്നെല്ലാം രാവേറെ നീളുന്ന ഉണ്ടക്കണ്ണൻ കുമാരന്റെ നുണക്കഥകൾക്കായി ദേശം ഉറങ്ങാതിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവിടെ വന്നിരുന്ന ബഡായി പറയുന്ന ഒരാളായിരുന്നു ഉണ്ടക്കണ്ണൻ കുമാരൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പുതിയ പുതിയ കഥകൾ ഈ സരസിലിരുന്ന്, ഈ ആൾക്കാരുടെ ഇടയിലിരുന്ന് അവതരിപ്പിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്ന നുണയൊക്കെ കലർന്നിട്ടുള്ള രസകരമായ കഥകൾ കേൾക്കുന്നതിന് വേണ്ടി ആൾക്കാരെല്ലാം അവിടെ ഒത്തുകൂടുമായിരുന്നു. പുഴുങ്ങി വാട്ടി വെയിലത്തുണക്കി പാകമാക്കിയ മരച്ചീനി ചീന്തുകൾ മുളം പത്തായങ്ങളിലും ചാക്കുകെട്ടുകളിലും കയറിക്കൂടി വിറകടുപ്പിന്റെ മുകളിലെ ചേരുകളിൽ തിങ്ങി ഞെരുങ്ങി ദീർഘസുഷുപ്തിയിലാണ്ടു. അപ്പോൾ കുറെ നാൾ കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടുന്ന കപ്പ എന്ത് ചെയ്യുമായിരുന്നു? അതിനെ ഉണക്കി ചാക്കുകെട്ടുകളിലാക്കി അടുക്കളയ്ക്ക് മുകളിൽ ഇങ്ങനെ സൂക്ഷിക്കുമായിരുന്നു. പിന്നീടെന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു പോകാനും പാടങ്ങൾ മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ കുന്നിടിക്കലും മണ്ണുവാരലും മലതുരക്കലും ഒക്കെ കാരണം ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ആകെ മാഞ്ഞു പോവുകയും ഈ കൂട്ടായ്മകൾ, ഈ കപ്പ കൃഷിയും കപ്പ പറിക്കലും കൂട്ടായ്മകളും ഒക്കെ പയ്യെ ഇല്ലാതാവുകയും ചെയ്തു. തമ്മിൽ അറിയാണ്ടുമായി. അങ്ങനെ ഒരു കുടുംബം പോലെ ജീവിതത്തെ ആഘോഷിച്ചിരുന്ന ആൾക്കാർ തമ്മിൽ കാണാണ്ടും അറിയാണ്ടുമൊക്കെ ആയിരിക്കുന്നു എന്ന് ഷീല ടോമി ദുഃഖിക്കുകയാണ്. ഇന്നുമുണ്ട് കല്ലുവയൽ, പഴങ്കഥകളുടെ കല്ലുവയൽ. ഇന്നും അവയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ട മറ്റ് ദേശചരിത്രങ്ങളുമായുള്ള വ്യത്യാസം എന്താണ് ഇതിന്? ഇത് ഒരു ഗൃഹാതുരതയെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഈ ഒരു വിവരണത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് തട്ടകത്തിനകത്ത് കോവിലൻ അദ്ദേഹം ജനിച്ചു വളർന്ന കണ്ടാണിശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ദേശത്തിന്റെ പ്രത്യേകതകളെ ഒരു സാഹിത്യ കൃതിയിലേക്ക് ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതായത് തട്ടകം എന്ന് പറയുന്ന നോവലിനകത്ത് ആ കഥ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോവിലന്റെ സ്വന്തം ദേശമായ കണ്ടാണിശ്ശേരിയാണ്. അപ്പോൾ ആ കണ്ടാണിശ്ശേരിയിൽ നടന്ന സംഭവങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഭൂപ്രകൃതി, സംസ്കാരം, അവിടുത്തെ ആളുകളുടെ ജീവിത രീതി, ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ, പ്രതിഫലനമാണ് നമുക്ക് തട്ടകത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു എഴുത്തുകാരൻ സ്വന്തം ദേശത്തിൻ്റെ പ്രത്യേകതകളെ ഒരു സാഹിത്യകൃതിയിലേക്ക് പകർത്തി വെച്ചിരിക്കുന്നതാണ് തട്ടകം. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കൂ. കൊച്ചരേത്തിയിലേക്ക് വരുമ്പോൾ നാരായൺ അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ സമൂഹം, അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മ, അദ്ദേഹത്തിൻ്റെ ആ മലയരയ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ജീവിതവും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ച അനീതികളും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ദേശം എങ്ങനെയായിരുന്നു, അവിടെ അവരെങ്ങനെ ജീവിച്ചു, അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വസ്തുവകകൾ എന്തൊക്കെയായിരുന്നു, സ്ഥലങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു, അവരുടെ വാസസ്ഥാനങ്ങൾ എങ്ങനെയുള്ളവയായിരുന്നു, അവരുടെ ആഹാര രീതി, ക്രമങ്ങൾ, ഇതിനെയൊക്കെ ആവിഷ്കരിക്കുന്ന ഒരു ഭാഗമാണ് കൊച്ചരേത്തിക്കകത്ത് നമ്മൾ കണ്ടത്. ഇനി അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങളിലേക്ക് വരുമ്പോൾ മറ്റ് 2 കൃതികളിലും ഉള്ളതുപോലെയല്ല UA ഖാദറിനുള്ളത് ഒരു ആശയക്കുഴപ്പമാണ്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 തരം ദേശങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹം ജനിച്ചു വളർന്ന ദേശം, അത് ബർമയിലുള്ള ബില്ലിൻ എന്ന് പറയുന്ന ഗ്രാമമാണ്. രണ്ടാമത്തെ ദേശം അദ്ദേഹത്തിന്റെ ബാല്യ കൗമാരങ്ങൾ ചെലവഴിച്ച, അദ്ദേഹത്തിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളിലും മറ്റുമൊക്കെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ പേര് അത് വെക്കണമോ, അതാണോ എൻ്റെ ദേശം, എന്തായിരുന്നു അത്, കോവിൽക്കണ്ടി എന്ന് പറയുന്ന ദേശമാണ്, അതാണോ ഇനി എൻ്റെ ശരിയായ ദേശം, അതുമല്ലെങ്കിൽ
അല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വലുതായി ജോലിയൊക്കെ നേടി കല്യാണം കഴിച്ച് സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കി അവസാനം വരെയും താമസിച്ച തൃക്കോട്ടൂർ അംശത്തിലെ പാലൂർ ദേശമാണോ എൻ്റെ ദേശം? ഇത് മൂന്നും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടതാണ്. ഒരു ദേശം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദേശം എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് അദ്ദേഹം വരുമ്പോൾ, ഇതിലേതിനെ എൻ്റെ ദേശം എന്ന് വിളിക്കണം, ഇത് മൂന്നും എനിക്ക് പ്രധാനമാണല്ലോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനാണ് നമുക്ക് അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന് പറയുന്ന നോവലിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അവസാനത്തിലേക്ക് വരുമ്പോൾ വല്ലിക്കകത്ത് ഷീല ടോമി ജനിച്ചു വളർന്ന ദേശത്തിൻ്റെ പ്രത്യേകതകൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയുള്ള ഭൂപ്രകൃതിയായിരുന്നു, അവിടെ ഏതൊക്കെ കൃഷികൾ ചെയ്തിരുന്നു, അവിടെയുള്ള ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെ പഴങ്കഥയാണ്, ഇന്ന് അവിടെ ഒന്നുമില്ല, പ്രകൃതി നശീകരണം കാരണം ആ ഭൂപ്രകൃതിയും അവിടുത്തെ കൃഷിയും എല്ലാം നശിച്ചു പോവുകയും കൃഷിയും ഭൂപ്രകൃതിയും ഇല്ലാതായതോടുകൂടി അവിടെയുള്ള ജനങ്ങൾ പരസ്പരം അറിയാത്തവരായി അകന്നു പോവുകയും ചെയ്തുവെന്നും ഇന്നവിടെ ബാക്കിയുള്ളത് ആ ദേശത്തെക്കുറിച്ചുള്ള പഴങ്കഥകൾ മാത്രമാണ് എന്നുമുള്ള ദുഃഖമാണ് ഷീല ടോമിയുടെ വല്ലിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 ദേശങ്ങളുടെയും വിവരണത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. 4 തരത്തിലുള്ളതാണ്. തട്ടകത്തിനകത്ത് സ്വന്തം ദേശത്തെ അദ്ദേഹം ഒരു സാഹിത്യകൃതിക്കകത്തേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു. നാരായൻ്റെ കൊച്ചരയത്തിക്കകത്ത് സ്വന്തം ദേശം മാത്രമല്ല അവിടുത്തെ ജീവിത രീതിയും അവരുടെ ദുരിതങ്ങളും ഒക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. മലയരയ വിഭാഗത്തിൻ്റെ ജീവിത ദുരിതങ്ങൾ മുഴുവനും ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഇനി UA ഖാദറിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, മറ്റുള്ളവരെല്ലാം സ്വന്തം ദേശം ഓരോ തരത്തിൽ ആവിഷ്കരിക്കുമ്പോൾ UA ഖാദറിന് എൻ്റെ ദേശം എന്ന് പറഞ്ഞ് ഞാൻ ഏതിനെ ആവിഷ്കരിക്കും എന്നുള്ളതാണ് പ്രശ്നം. വല്ലിയിലേക്ക് വരുമ്പോൾ ഷീല ടോമിക്ക് സ്വന്തം ദേശത്തെക്കുറിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറേ സ്മരണകളുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതൊക്കെ വെറും സ്മരണകൾ മാത്രമാണ്. ഇന്ന് ആ സ്ഥലം അങ്ങനെ നിലനിൽക്കുന്നില്ല, അത് പാടെ മാഞ്ഞു പോയിരിക്കുന്നു, ഭൂപ്രകൃതി മാറിപ്പോയിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതേ തുടർന്ന് ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് വരുന്നത്. പാഠഭാഗ പ്രവർത്തനങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങളും രൂപീകരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ തന്നിരിക്കുന്ന 4 നോവലുകളുടെയും പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ തന്നിരിക്കുന്ന ചെറിയ ചെറിയ വിവരണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പഠനം നടത്തേണ്ടുന്നത്. നന്ദി.